ഇത്തവണ സൗദി പ്രോ ലീഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അൽ നാസറിനെക്കാളും കിടിലൻ സ്കോഡ് എവിടെയും കാണാൻ പറ്റില്ല. കോച്ച് മാറി, ഫെലിക്സ് വന്നു, കൂമൻ വന്നു, മാനയുണ്ട്, റൊണാൾഡോയുണ്ട്, ബ്രോസോവിക് ഉണ്ട്, ബാക്ക് ലൈനും കിടിലാണ്. ഒരുപാട് കിടിലൻ ഒരു പാക്ക് ഓഫ് സ്കോഡാണ് അൽ നാസറിനെ സംബന്ധിച്ച് ഈ സീസൺ. സോ റൊണാൾഡോക്ക് ഒരുപാട് ട്രോഫി അടിക്കാൻ പറ്റുന്ന ഒരു സീസൺ ആയിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ കിങ്സ് കപ്പ് ഓൾറെഡി കയ്യിൽ നിന്ന് പോയി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അൽ ഇത്തിയാദുമായിട്ട് പരാജയപ്പെട്ടു. ആ ഒരു പരാജയത്തിന് ശേഷം സൗദി പ്രോ ലീഗിൽ അടുത്ത കളത്തിലേക്ക് കളിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് അൽ നാസർ കാഴ്ചവെക്കണ്ടേ. പക്ഷെ തല കുത്തനെ ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള മത്സരമായിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത്ര പോരാ അൽ നാസർ. ഇന്നലെ ഒരുപാട് പ്രസ്സിങ് ഓപ്പണിന്റെ പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല നല്ല ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നതിന് ഞാൻ കണ്ടില്ല. തോറ്റില്ല അല്ലെങ്കിൽ സമനിലയിൽ അവസാനിക്കുന്ന ഒരു മത്സരമായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ. റൊണാൾഡോ ഗോൾ അടിച്ചു, അവസാന നിമിഷത്തിൽ ഒരു പെനാൽറ്റി വീണ് കിട്ടി അൽ നാസറിന്. അത് റൊണാൾഡോ ഗോൾ ആക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം റീസെന്റ് ആയിട്ടുള്ള റൊണാൾഡോന്റെ പെനാൽറ്റി ഒരുപാട് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് റൊണാൾഡോ അത് ഗോൾ അടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ റൊണാൾഡോ ആയതുകൊണ്ട് അത് ഗോൾ ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരുന്നു. അത് റൊണാൾഡോ ഗോളാക്കി. അങ്ങനെ 2-1 കളി വിജയിച്ചു. ഈ കളി കളിച്ചു പോവുകയാണെങ്കിൽ അൽ നാസർ ഈ ഒരു സീസണും ട്രോഫിലെസ് ആയിട്ടുള്ള സീസൺ ആയിട്ട് മാറും. കാരണം അത്രമാത്രം നല്ല പെർഫോമൻസ് അല്ല. അൽഫായുമായിട്ടുള്ള മത്സരത്തിൽ ഇതിനേക്കാളും മികച്ച പെർഫോമൻസ്, നല്ലൊരു സ്കോറൊക്കെ ഉയർത്തി അടിപൊളിയായിട്ട് അൽഫയെ തോൽപ്പിക്കാമായിരുന്നു. ഇക്കളി കളിക്കുകയാണെങ്കിൽ റൊണാൾഡോക്ക് ഇത് മറ്റൊരു ട്രോഫിലെ സീസൺ ആയിട്ട് മാറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വളരെ ഫ്ലോപ്പായിരുന്നു. ഇതിനേക്കാളും നല്ല മത്സരം കളിക്കണം. ഓക്കെ, ആ ഒരു മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.